പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് ഇപ്പോൾ കേൾക്കുന്നത്. BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുന്നതായിരിക്കും. അദ്ദേഹത്തിനെ പുതിയ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കോർ കമ്മിറ്റിയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം 3 തവണ കർണാടകയിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ചന്ദ്രശേഖർ ഇനി കേരളത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. കെ സുരേന്ദ്രൻ്റെ അവസരം ഇതോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്നിരിക്കുകയാണ്. അപ്പം കേരളത്തിലെ BJPക്കാർ ആഗ്രഹിച്ചത് ശോഭാ സുരേന്ദ്രനെ തിരഞ്ഞെടുക്കും, അവരെ കൊണ്ടുവരണം, വലിയ മാറ്റം ഇവിടെ ഉണ്ടാകും, അടുത്ത വർഷം ഭരിക്കാൻ കഴിയും, തെരഞ്ഞെടുപ്പിൽ വിജയങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് അണികളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അവരെ തഴഞ്ഞു, അവരെ വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. രാജീവ് ചന്ദ്രശേഖർ തന്നെ ആണ് BJP തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. അദ്ദേഹം ഒരു നല്ല ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ് BJPയുടെ. അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം മിടുക്കനാണ്. 3 തവണ അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, രണ്ടാം മോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം സഹമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല പരിചയ സമ്പന്നനായ ഒരു നേതാവാണ് ചന്ദ്രശേഖരൻ. തീർച്ചയായിട്ടും കേരള ഘടകത്തിലെ ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുവാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ തന്നെ BJP ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേരള ഘടകത്തിൽ അതിന് പറ്റിയതായ ഒരു നേതാവ് ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ. പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ അവരൊരു പറയുന്ന പോലെ എല്ലാവർക്കും താല്പര്യമുള്ളൊരു വ്യക്തിയൊന്നുമല്ല. ചില ആൾക്കാർക്ക് മാത്രം അവരോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് അവസരം ഏതായാലും കൊടുക്കത്തില്ല. അതിന് കേരള ഘടകങ്ങളൊന്നും അനുവദിക്കത്തില്ല. പിന്നെ ആരെയാണ് ഒരു സംസ്ഥാന പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് നോക്കിയാൽ കേരളത്തിലെ BJP ഘടകത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ ഇല്ല എന്നാണ് അവരുടെ നിലപാട്. അതുകൊണ്ടായിരിക്കാം ഈ ചന്ദ്രശേഖരനെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും കേരള ഘടകത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ. അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുവാനാണെങ്കിൽ അദ്ദേഹം ഒരു നല്ല പ്രവർത്തകൻ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഒരു മോശമായ പ്രവർത്തനമൊന്നും അദ്ദേഹം കാഴ്ചവെക്കത്തില്ല. BJP ഒന്നിച്ച് നിർത്തി ഗ്രൂപ്പില്ലാതെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഇവിടെ അദ്ദേഹത്തെ എത്ര പേര് അല്ലെങ്കിൽ BJP ഘടകങ്ങൾ കൈക്കൊള്ളും എന്ന് നമുക്കറിയത്തില്ല. നമുക്കറിയാമല്ലോ, അവർക്ക് ഇഷ്ടമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സുരേഷ് ഗോപി, അദ്ദേഹം BJPക്കാരനല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വലിയ ഫലമൊന്നും അയാളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു സഹമന്ത്രിയാണ് എങ്കിൽ തന്നെയും ഒറ്റയാൻ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. അത് BJP ഘടകത്തിനൊന്നും അത്ര താല്പര്യം സുരേഷ് ഗോപിയോടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ആകുമോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ചന്ദ്രശേഖരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം
മറ്റൊരു സംസ്ഥാനത്തു നിന്ന് വന്ന ഇവിടെ ഒരു അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഘടകങ്ങൾ, ഇവിടുത്തെ നേതാക്കന്മാർ എത്രമാത്രം ആ ഉത്തരവാദിത്തത്തെ അംഗീകരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എങ്കിൽ തന്നെയും ഇനി വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. BJP-യുടെ തന്നെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. എത്രമാത്രം അദ്ദേഹത്തെ ജനം അംഗീകരിക്കുന്നു എന്നുള്ളത് വരും സമയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നാളെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ്, നാളെ പ്രഖ്യാപിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശിക്കുകയാണ്. ബൈ.